ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബോൺ അപ്രോക്സിമേഷൻ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ ഫസ്റ്റ് ബോൺ അപ്രോക്സിമേഷൻ എന്താണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ പറഞ്ഞ ഫസ്റ്റ് ബോൺ അപ്രോക്സിമേഷൻ്റെ വാലിഡിറ്റി കണ്ടീഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഏത് കണ്ടീഷനിലാണ് ഈ പറഞ്ഞ ഫസ്റ്റ് ബോൺ അപ്രോക്സിമേഷൻ വാലിഡ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ തൊട്ട് മുൻപത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇവിടെയായിരുന്നു. അതായത് ഈ പറഞ്ഞ ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഡി സിഗ്മ ബൈ ഡി ഒമേഗ ഇസ് ഈക്വൽ ടു മോഡുലസ് സ്ക്വയർ ഓഫ് ദി സ്കാറ്ററിംഗ് ആംപ്ലിറ്റ്യൂഡ് വിച്ച് ഇസ് ഈക്വൽ ടു 4 mu square by h bar raised to 4 q square into modulus of integral 0 to infinity r dash v r dash sin q r dash t r dash ൻ്റെ സ്ക്വയർ. ഓക്കെ, ഇക്വേഷൻ നമ്പർ 10 വരെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതിൽ ഈ നമ്മൾ പറഞ്ഞിരുന്നു ബോൺ അപ്രോക്സിമേഷൻ അപ്ലൈ ചെയ്യാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇൻസിഡൻറ്റ് വേവ് എന്ന് പറയുന്നത്, ഇൻസിഡൻറ്റ് വേവിൻ്റെ എനർജി എന്ന് പറയുന്നത് അവിടുത്തെ സ്കാറ്ററിംഗ് പൊട്ടൻഷ്യൽ വെച്ച് നോക്കുമ്പോൾ വളരെ വലുതായിരിക്കണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്കാറ്റേർഡ് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് വേവ് ഫംഗ്ഷൻ വെച്ച് നോക്കുമ്പം നെഗ്ലിജിബിളി സ്മോൾ ആണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്കാറ്റേർഡ് വേവ് വളരെ ചെറിയ രീതിയിൽ മാത്രമേ സ്കാറ്റർ ചെയ്യപ്പെടുന്നുള്ളൂ, സ്ലൈറ്റ്ലി മാത്രമേ സ്കാറ്റർ ചെയ്യപ്പെടുന്നുള്ളൂ. ഓർ ദ സ്കാറ്റേർഡ് വേവ് ഈസ് ഓൺലി സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം ദ ഇൻസിഡൻറ്റ് പ്ലെയിൻ വേവ്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിലാണ് നമ്മൾ ബോൺ അപ്രോക്സിമേഷൻ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ വാലിഡിറ്റി കണ്ടീഷനാണ് പറയുന്നത്. സോ ദ ഫസ്റ്റ് ബോൺ അപ്രോക്സിമേഷൻ ഈസ് വാലിഡ് whenever the wave function psi of r is only slightly different from the incident plane wave. Okay, that is whenever the second term in equation 2 is very small. അതായത് ഇക്വേഷൻ 2 എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഇക്വേഷൻ 2 ആണ്. അതായത് ഈ ഇക്വേഷൻ നമ്പർ. ഓക്കെ, ഈ ഇക്വേഷൻ അനുസരിച്ച് ഈ psi of r എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് വേവ് ഫംഗ്ഷൻ മൈനസ് മ്യൂ ബൈ 2 pi h ക്രോസ് സ്ക്വയർ ഇൻ്റഗ്രൽ ഇ റൈസ് ടു ഐ കെ മോഡ് ആർ മൈനസ് ആർ പ്രൈം ഡിവൈഡഡ് ബൈ മോഡ് ആർ മൈനസ് ആർ പ്രൈം വി ഓഫ് ആർ പ്രൈം ഫൈ ഇൻസിഡൻറ്റ് ആർ പ്രൈം ഡി ക്യൂബ് ആർ പ്രൈം എന്നാണ് ഇക്വേഷൻ നമ്പർ 2 പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ബോൺ അപ്രോക്സിമേഷൻ അപ്ലൈ ചെയ്യാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് വേവ് ഫംഗ്ഷൻ, അതായത് ഈ psi of r എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഇൻസിഡൻറ്റ് വേവ് ഫംഗ്ഷൻ തന്നെ ആയിരിക്കണം. എന്ന് വെച്ചാൽ ഈ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് നെഗ്ലിജിബിളി സ്മോൾ ആയിരിക്കും. കാരണം ഈ സെക്കൻഡ് ടേം റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്കാറ്റേർഡ് വേവ് ഫംഗ്ഷനെയാണ്. അപ്പോൾ ഈ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി സ്മോൾ ആവുന്ന കേസിലാണ് ഫസ്റ്റ് ബോൺ അപ്രോക്സിമേഷൻ വാലിഡ് ആവുന്നതെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ഇനി ഈ വാലിഡിറ്റി കണ്ടീഷൻ എടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് നെഗ്ലിജിബിളി സ്മോൾ ആയിരിക്കണം എന്നാണ് നമ്മൾ എടുക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്. ഈ ഇക്വേഷൻ നമ്പർ 2 സെക്കൻഡ് ടേം എന്ന് പറയുന്നത് സ്മോൾ ആയിരിക്കണം എന്ന് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഇതാണ് സെക്കൻഡ് ടേം നമ്മൾ എടുത്തു. ഇതായിരുന്നു സെക്കൻഡ് ടേം. ഈ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് നെഗ്ലിജിബിളി സ്മോൾ ആയിരിക്കും, എന്ന് വെച്ചാൽ വെരി മച്ച് ലെസ് ദാൻ 1 ആയിരിക്കും എന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ബട്ട് വി ഹാവ് ദ ഇൻസിഡൻറ്റ് പ്ലെയിൻ വേവ്. ഇൻസിഡൻറ്റ് വേവിൻ്റെ വേവ് ഫംഗ്ഷൻ എന്താണ്, ഫൈ ഇൻസിഡൻറ്റ് ഓഫ് ആർ പ്രൈം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഇതിനകത്ത് ഇൻസിഡൻറ്റ് വേവിൻ്റെ വേവ് ഫംഗ്ഷൻ ആണല്ലോ നമ്മൾ ആദ്യം എടുത്തത്. ദിസ് ഫൈ ഇൻസിഡൻറ്റ് ഓഫ് ആർ പ്രൈം എന്ന് പറയുന്നത് ഇ റൈസ് ടു ഐ കെ 0 ഡോട്ട് ആർ പ്രൈം ആണെന്ന് നമുക്കറിയാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 2 in 1, അതായത് അവിടെ കിടന്ന ഫൈ ഇൻസിഡൻറ്റ് ഓഫ് ആർ പ്രൈമിന് പകരം നമ്മൾ ഈ പറഞ്ഞ ഇ റൈസ് ടു ഐ കെ 0 ഡോട്ട് ആർ പ്രൈം കൊടുത്തു. അപ്പോൾ ഇത് വെരി മച്ച് ലെസ് ദാൻ 1 ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ മോഡുലസ് വാല്യൂ എടുത്താൽ അതും ഇറ്റ് ഈസ് മച്ച് ലെസ് ദാൻ 1 ആയിരിക്കും. ദാറ്റ് ഈസ് അവർ ഇക്വേഷൻ നമ്പർ 3. നൗ വി റിക്വയർ ദ കണ്ടീഷൻ, ഇവിടെ ആർ ഈക്വൽ ടു ആർ പ്രൈം എന്നല്ല, അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ആർ ഈക്വൽ ടു 0 എന്നാണ് വേണ്ടത് കേട്ടോ, അത് നിങ്ങൾ കറക്റ്റ് ചെയ്യണം. ആർ ഈക്വൽ ടു 0 എന്നാണ് വേണ്ടത്. വി റിക്വയർ ദ കണ്ടീഷൻ ആർ ഈക്വൽ ടു 0 വേർ ദ പൊട്ടൻഷ്യൽ ഈസ് സ്ട്രോങ്ങസ്റ്റ്. അപ്പോൾ നമുക്ക് ഈ ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്താണെന്ന് നമുക്കറിയാം. ആർ ഈക്വൽ ടു 0 ആവുക എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ആദ്യത്തെ കേസ് പറഞ്ഞപ്പോൾ ഒരു ഫിഗർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് അതിൻ്റെ മുമ്പിലത്തെ ലെക്ചറിലാണ് നമ്മൾ ഈ ടാർജറ്റും അതുപോലെ തന്നെ നമ്മുടെ ഡിറ്റക്ടറും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ആർ എന്ന് പറയുന്നത്. ഓക്കെ, ടാർജറ്റും അതുപോലെ തന്നെ ഡിറ്റക്ടറും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ആർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ആർ എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുന്നു.
എന്ന് വെച്ചാൽ ആർ ഈക്വൽ ടു 0യിൽ പൊട്ടൻഷ്യൽ സ്ട്രോങ്ങസ്റ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു പൊട്ടൻഷ്യൽ നമ്മൾ കൺസിഡർ ചെയ്താൽ ആ പൊട്ടൻഷ്യലിന് ഒരു റേഞ്ച് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ റേഞ്ചിൻ്റെ പുറത്ത് ആ പൊട്ടൻഷ്യൽ ഫീൽ ചെയ്യാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവൻ ആർ ഈക്വൽ ടു 0 ആവുന്ന കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ കേസാണ് നമ്മളിവിടെ എടുക്കുന്നത്. വെൻ ആർ ഈക്വൽ ടു 0 എന്ത് സംഭവിക്കും? അപ്പോൾ ഈ ഇക്വേഷനിൽ ആറിന് പകരം 0 കൊടുക്കുക. ഇവിടെ ഈ ആർ 0 ആകുമ്പോൾ എന്ത് വരും? ഇത് e⁻⁴ മാത്രം വരും. അതായത് e⁻⁴ മോഡുലസ് ഓഫ് ആർ പ്രൈം എന്ന് വരും. ഇവിടെ ആർ 0 കൊടുത്തു കഴിഞ്ഞാൽ താഴെ ആർ പ്രൈം മാത്രം വരും. ദെൻ ഇവിടെ വി ഓഫ് ആർ പ്രൈം e⁻⁴r' d³ r' ഈസ് വെരി മച്ച് ലെസ് ദാൻ 1. അപ്പോൾ നമ്മൾ ഒറ്റ കണ്ടീഷനാണ് കൊടുത്തത്. ആർ ഈക്വൽ ടു 0 വരുമ്പം പൊട്ടൻഷ്യൽ സ്ട്രോങ്ങർ ആണ്. ആ കേസിൽ ഇത് എന്ത് വരും എന്നുള്ളതാണ് നമ്മൾ എടുത്തത്. നൗ ഇതിനെ മോഡുലസ് വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ ഈ μ/2πh⁻² മോഡുലസിൻ്റെ പുറത്തേക്ക് എടുത്തു. അകത്തെ ഈ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് നമ്മൾ ട്രിപ്പിൾ ഇൻ്റഗ്രലാക്കി എഴുതി. അപ്പോൾ ഇവിടെ ആർ പ്രൈം എന്ന് പറയുന്നത് 0 to ∞ വരും, തീറ്റ 0 to π വരും, φ 0 to 2π വരും, e⁻⁴r' ഡിവൈഡഡ് ബൈ ആർ പ്രൈം വി ഓഫ് ആർ പ്രൈം e⁻⁴.r' d³r' പകരം ആർ പ്രൈം സ്ക്വയർ സൈൻ തീറ്റ പ്രൈം dr പ്രൈം d തീറ്റ പ്രൈം d⁵ പ്രൈം എന്ന് വരും. ദിസ് ഇസ് മച്ച് ലെസ് ദാൻ 1 എന്ന് കൊടുക്കുന്നു. നാവ് നമ്മൾ ഈ പറഞ്ഞ ഇവിടുത്തെ ഈ ഫൈയുടെ ഇൻ്റഗ്രൽ നമ്മൾ ഇൻ്റഗ്രൽ 0 to 2π d⁵ എന്ന് പറയുന്നത് 2π ആയിരിക്കും. ആ 2π ആണ് ഇവിടെ പുറത്തേക്ക് വന്നിരിക്കുന്നത് 2π. ദെൻ ബാക്കി ഇൻ്റഗ്രൽ അതുപോലെ എഴുതി. മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ 0 to ∞ r പ്രൈം e⁻⁴r' വി ഓഫ് ആർ പ്രൈം ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π e⁻⁴.r' സൈൻ തീറ്റ പ്രൈം d തീറ്റ പ്രൈം dr'. എന്തുകൊണ്ടാണ് ഈ k0.r' ഈ തീറ്റ ഇൻ്റഗ്രൽ അത് കൊടുത്തത്? കാരണം k0.r' എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോട്ട് പ്രോഡക്റ്റ് ആണ്. സോ അവിടെ ഒരു കോസ് തീറ്റ ടേം വരും. ഇത് ആംഗുലാർ ഡിപ്പെൻഡൻ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മളിത് ഈ തീറ്റ ഇൻ്റഗ്രലിൻ്റെ ഉള്ളിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ വരുമ്പോൾ അത് ക്ലിയർ ആയി. ഈ 2πയും ഈ 2πയും ക്യാൻസലായി. സോ μ/h⁻² മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ 0 to ∞ r പ്രൈം e⁻⁴r' വി ആർ പ്രൈം അതെല്ലാം അതുപോലെ തന്നെയാണ്. ഇൻ്റഗ്രൽ 0 to π i k0r' കോസ് തീറ്റ പ്രൈം. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. k0.r' എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണത്? k0r' കോസ് തീറ്റ പ്രൈം ആണ് കേട്ടോ. കാരണം ആർ പ്രൈമിന് ഇസഡും ആക്സിസും ആയിട്ടുള്ള ആംഗിൾ തീറ്റയാണ് നമ്മൾ നേരത്തെ ഫിഗറിൽ നിന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർ പ്രൈം കോസ് തീറ്റ പ്രൈം ആണ് k0.r' എന്ന് പറയുന്നത്. കാരണം k0യും ആർ പ്രൈമും ഇടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ പ്രൈമാണ്. നൗ ഇവിടെ സൈൻ തീറ്റ പ്രൈം d തീറ്റ പ്രൈം dr', ദിസ് ഇസ് വെരി മച്ച് ലെസ് ദാൻ 1 എന്ന് വരും. ഇനി ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി, ഈ ഇൻ്റഗ്രൽ സോൾവ് ചെയ്യാൻ വേണ്ടി ഞാൻ കോസ് തീറ്റ പ്രൈമിന് പകരം എക്സ് പ്രൈം എന്ന് കൊടുക്കുന്നു. കോസ് തീറ്റ പ്രൈം എക്സ് പ്രൈം ആണെങ്കിൽ dx' എന്ന് പറയുന്നത് മൈനസ് സൈൻ തീറ്റ പ്രൈം d തീറ്റ പ്രൈം എന്ന് വരും. ഇത് തീറ്റയിലുള്ള ഇൻ്റഗ്രലാണ്. സോ ലിമിറ്റ് ചേഞ്ച് ചെയ്യണം. വെൻ തീറ്റ പ്രൈം ഈക്വൽ ടു 0 വന്നു കഴിയുമ്പോൾ കോസ് 0 അതാണ് എക്സ് പ്രൈം, ദാറ്റ് ഈസ് 1 വരും. തീറ്റ പ്രൈം പൈ വന്നു കഴിയുമ്പോൾ കോസ് പൈ എന്ന് പറയുന്നത് -1 വരും. അപ്പോൾ എക്സ് പ്രൈം -1 വരും. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എങ്ങനെ വരും? ഇവിടെ μ/h⁻² മോഡുലസ് ഓഫ് 0 to ∞ r പ്രൈം e⁻⁴r' വി ആർ പ്രൈം ആദ്യത്തെ അതുപോലെ തന്നെ എഴുതി. ഈ ഇൻ്റഗ്രലിൻ്റെ കേസിൽ നിങ്ങൾക്കറിയാം നമുക്കിവിടെ ലോവർ ലിമിറ്റ് 1 എന്നും അപ്പർ ലിമിറ്റ് -1 എന്നുമാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ലോവർ ലിമിറ്റ് 1ഉം അപ്പർ ലിമിറ്റ് -1ഉം. അപ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ വരും. കാരണം നമ്മുടെ ഈ dx' മൈനസ് സൈൻ തീറ്റ പ്രൈം d തീറ്റ പ്രൈം ആണ് dx'. അപ്പോൾ സൈൻ തീറ്റ പ്രൈം d തീറ്റ പ്രൈം എന്ന് പറയുന്നത് മൈനസ് dx' ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്കൊരു -dx' വരും. ആ മൈനസ് ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ഈ ലിമിറ്റിനെ എന്ത് ചെയ്യുന്നു? ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ നമുക്കിത് -1 to +1 എന്ന് വരും. അങ്ങനെ ഇത് ഇൻ്റഗ്രൽ -1 to +1 e⁻⁴ ഇൻറ്റു നമുക്കിവിടെ കോസ് തീറ്റ പ്രൈം എന്ന് പറയുന്നത് എന്താണ്? എക്സ് പ്രൈം ആണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇതിനെ നമുക്ക് e⁻⁴ കോസ് തീറ്റ പ്രൈമിന് പകരം എക്സ് പ്രൈം എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഇത് k0 എക്സ് പ്രൈം മാത്രമല്ല, ഇവിടെ ഒരു ആർ പ്രൈം ഉണ്ട്. ആർ പ്രൈം മിസ്സായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ k0 ആർ പ്രൈം കോസ് തീറ്റ പ്രൈമിന് പകരം എക്സ് പ്രൈം കൊടുത്തു. അപ്പോൾ ഇത് e⁻⁴ ആർ പ്രൈം എക്സ് പ്രൈം എന്ന് വരും. e⁻⁴ ആർ പ്രൈം എക്സ് പ്രൈം dx', അവിടെ dr' എന്ന് വരും. ഓക്കെ, അപ്പം ബാക്കി കറക്റ്റാണ്. ദിസ് ഈസ് മച്ച് ലെസ് ദാൻ 1 നമുക്ക് കിട്ടും. ഇനി നമ്മൾ μ/h⁻² പുറത്തുണ്ട്. മോഡുലസ് ഓഫ് ദിസ് ഇൻ്റഗ്രൽ 0 to ∞ r പ്രൈം e⁻⁴r' വി ആർ പ്രൈം അതുപോലെ ഉണ്ട്. നമ്മൾ ഈ ഇൻ്റഗ്രലിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഈ ഇൻ്റഗ്രലിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് e⁻⁴r പ്രൈം എക്സ് പ്രൈമിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക e⁻⁴r എക്സ് പ്രൈം ഡിവൈഡഡ് ബൈ ik0r' എന്ന് വരും. അതാണിത് e⁻⁴r എക്സ് പ്രൈം ഡിവൈഡഡ് ബൈ ik0r'.
അതിന് -1 to 1 കൊടുത്തു, dr പ്രൈം മോഡുലസ് മച്ച് ലെസ് ദാൻ 1 എന്ന് കൊടുത്തു. അപ്പോൾ ഇത് മ്യൂ ഡിവൈഡഡ് ബൈ ഇവിടെ അടുത്ത് നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു സ്കാറ്ററിങ് ഇലാസ്റ്റിക് സ്കാറ്ററിങ് ആണെന്നുണ്ടെങ്കിൽ K0 ഈക്വൽ ടു K ആയിരിക്കും. ഓക്കെ, ഇലാസ്റ്റിക് സ്കാറ്ററിങ്ങിൻ്റെ കേസിൽ K0 ഈക്വൽ ടു K ആയിരിക്കും. അങ്ങനെ ഞാൻ ഇവിടുത്തെ K0യ്ക്ക് പകരം K എന്ന് കൊടുക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ K0 എല്ലാം K ആവും. അപ്പോൾ ഈ K0 K ആവും. ആ Kയെ നമ്മൾ പുറത്തേക്ക് എടുത്തു. അതാണ് ഇവിടെ കാണുന്ന K എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി e⁻i k r പ്രൈം, ഈ r പ്രൈമും ഈ r പ്രൈമും കൂടി ക്യാൻസൽ ആയി പോവുകയും ചെയ്തു. അപ്പോൾ ഇവിടെ e⁻i k r പ്രൈം, ഇവിടെ v ഓഫ് r പ്രൈം ഇൻറ്റു ഇവിടെ e⁻i k0 r പ്രൈം എക്സ് പ്രൈം എന്നുള്ളത് K0 ഈക്വൽ ടു K കൊടുത്തതുകൊണ്ട് ഇത് e⁻i k r പ്രൈം എക്സ് പ്രൈം വരും. ഈ e⁻i k r പ്രൈം എക്സ് പ്രൈം -1 to 1 വേരി ചെയ്യുന്ന സമയത്ത് അപ്പർ ലിമിറ്റ് ആദ്യം കൊടുക്കുക. അപ്പം e⁻i k r പ്രൈം എന്ന് വരും. ലോവർ ലിമിറ്റ് കൊടുത്തു കഴിയുമ്പോൾ -e⁻i k r പ്രൈം എന്ന് വരും. അത്രയും dr പ്രൈം മോഡുലസ് മച്ച് ലെസ് ദാൻ 1 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അതാ ഇവിടെ കണ്ടീഷൻ K0 ഈക്വൽ ടു K വരുമ്പോഴാണ് ഈ കണ്ടീഷൻ കിട്ടുന്നതെന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് മ്യൂ ഡിവൈഡഡ് ബൈ h⁻² K ഇൻറ്റു മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി വി ആർ പ്രൈം നമ്മൾ അതുപോലെ ഇവിടെ എഴുതി. ഈ e⁻i k r പ്രൈമിനെ ബ്രാക്കറ്റിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇത് ആദ്യത്തെ ടൈം e⁻2i k r പ്രൈം എന്ന് കിട്ടും, മൈനസ് e⁻i k r പ്രൈം ഇൻറ്റു e⁻i k r പ്രൈം എന്ന് പറഞ്ഞാൽ e⁻0 1 വരും. ഇത് dr പ്രൈം മച്ച് ലെസ് ദാൻ 1. ദാറ്റ് ഈസ് അവർ ഇക്വേഷൻ നമ്പർ 4. Now, in order to satisfy the above inequality, the wave vector k must be very large and at the same time the potential v of r prime must be very small. അതായത് ഇവിടെ നോക്കിയേ, ഈ ടേം എന്ന് പറയുന്നത് മച്ച് ലെസ് ദാൻ 1 വരണം എന്നുണ്ടെങ്കിൽ ഈ k ഇവിടെ ഡിനോമിനേറ്ററിലാണ് കിടക്കുന്നത്. അപ്പോൾ kയുടെ വാല്യൂ വളരെ കൂടിയാൽ ഈ ടേം ചെറുതാവും. അതുപോലെ വി ഓഫ് ആർ പ്രൈമിൻ്റെ വാല്യൂ വളരെ കുറഞ്ഞാൽ ഇത് മച്ച് ലെസ് ദാൻ 1 ആവും. അപ്പോൾ കണ്ടീഷൻ എന്ന് പറയുന്നത് k ലാർജ് ആയിരിക്കണം, വി ഓഫ് ആർ പ്രൈം സ്മോൾ ആയിരിക്കണം. അപ്പം ഈ ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യാൻ വേവ് വെക്ടർ k മസ്റ്റ് ബി വെരി ലാർജ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ദ പൊട്ടൻഷ്യൽ വി ഓഫ് ആർ പ്രൈം മസ്റ്റ് ബി വെരി സ്മോൾ ആയിരിക്കണം. സോ വി ഹാവ് ദി എനർജി ഓഫ് ദി ഇൻസിഡൻറ്റ് വേവ്. ഇൻസിഡൻറ്റ് വേവിൻ്റെ എനർജി എന്ന് പറയുന്നത് നമ്മൾ ഇൻസിഡൻറ്റ് വേവിൻ്റെ വേവ് വെക്ടർ K0 എന്നായിരുന്നു എടുത്തത്. പക്ഷേ ഇവിടെ ഇലാസ്റ്റിക് സ്കാറ്ററിങ്ങിൻ്റെ കേസിൽ K0 ഈക്വൽ ടു K ആണെന്ന് പറഞ്ഞു. അപ്പോൾ വേവ് വെക്ടർ K ആണെങ്കിൽ എനർജി എന്ന് പറയുന്നത് h⁻² k² ഡിവൈഡഡ് ബൈ 2 മ്യൂ ആണ്. മ്യൂ എന്ന് പറയുന്നത് നമ്മൾ റെഡ്യൂസ്ഡ് മാസ് എന്നാണല്ലോ എടുത്തത്. 2 ബോഡി പ്രോബ്ലത്തെ 1 ബോഡി പ്രോബ്ലം ആക്കിയിട്ടാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇൻസിഡൻറ്റ് വേവിൻ്റെ എനർജി എന്ന് പറയുന്നത് നമുക്ക് EI ഇൻസിഡൻറ്റിൻ്റെ എനർജി ഈക്വൽ ടു h⁻² k² ഡിവൈഡഡ് ബൈ 2 മ്യൂ ആണ്. എന്ന് വെച്ചാൽ ഇവിടെ എനർജി എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു k² ആണെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ k വളരെ ലാർജ് ആവണം എന്നാണ് പറഞ്ഞത് ഇത് സാറ്റിസ്ഫൈ ചെയ്യാൻ. അപ്പോൾ k ലാർജ് ആവുക എന്ന് പറഞ്ഞാൽ എനർജി വളരെ ലാർജ് ആയിരിക്കണം എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ദാസ് ദ ബോൺ അപ്രോക്സിമേഷൻ ഈസ് വാലിഡ് ഫോർ ലാർജ് ഇൻസിഡൻറ്റ് എനർജീസ് ആൻഡ് വീക്ക് സ്കാറ്ററിംഗ് പൊട്ടൻഷ്യൽ. ഇതാ നമുക്ക് ഈ കണ്ടീഷനിൽ നിന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇതാണ് ഇവിടുത്തെ കണ്ടീഷൻ. ഈ കണ്ടീഷനിൽ നമ്മൾ പറഞ്ഞു ഇത് മച്ച് ലെസ് ദാൻ 1 ആവണമെങ്കിൽ കെയുടെ വാല്യൂ വളരെ വലുതാവണം, വി ഓഫ് ആർ പ്രൈമിൻ്റെ വാല്യൂ വളരെ ചെറുതാവണം. കെയുടെ വാല്യൂ വളരെ വലുതാവുക എന്ന് പറഞ്ഞാൽ എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു k² ആണ്. അതുകൊണ്ട് തന്നെ ഇൻസിഡൻറ്റ് വേവിൻ്റെ എനർജി വളരെ വലുതായിരിക്കണം. അതുപോലെ വി ഓഫ് ആർ പ്രൈം വളരെ ചെറുതാണെന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ വളരെ സ്കാറ്ററിംഗ് പൊട്ടൻഷ്യൽ വളരെ വീക്ക് ആയിരിക്കണം. അപ്പോൾ ബോൺ അപ്രോക്സിമേഷൻ്റെ വാലിഡിറ്റി കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതാണ്. ദ ബോൺ അപ്രോക്സിമേഷൻ ഇസ് വാലിഡ് ഫോർ ലാർജ് ഇൻസിഡൻറ്റ് എനർജീസ് ആൻഡ് വീക്ക് സ്കാറ്ററിംഗ് പൊട്ടൻഷ്യൽ ആണ്. ദാറ്റ് ഈസ് വെൻ ദി ആവറേജ് ഇൻറ്ററാക്ഷൻ എനർജി ബിറ്റ്വീൻ ദി ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾ ആൻഡ് ദ സ്കാറ്ററിംഗ് പൊട്ടൻഷ്യൽ ഈസ് മച്ച് സ്മോളർ ദാൻ ദി പാർട്ടിക്കിൾസ് ഇൻസിഡൻറ്റ് കൈനറ്റിക് എനർജി. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇൻസിഡൻറ്റ് പാർട്ടിക്കിളിൻ്റെ കൈനറ്റിക് എനർജി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സ്കാറ്ററിംഗ് പൊട്ടൻഷ്യലിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്കാറ്ററിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കണം. ദ സ്കാറ്റേർഡ് വേവ് ക്യാൻ ബി, അങ്ങനെയുള്ള കേസുകളിൽ ദ സ്കാറ്റേർഡ് വേവ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ടു ബി എ പ്ലെയിൻ വേവ് ആയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. സോ ദിസ് ഈസ് ദി വാലിഡിറ്റി കണ്ടീഷൻ ഫോർ ദ ബോൺ അപ്രോക്സിമേഷൻ ആൻഡ് ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. നൗ നമ്മൾ ഒരു എക്സാമ്പിൾ നമ്മളിപ്പോൾ ഈ പഠിച്ച ഈ പറഞ്ഞ ബോൺ അപ്രോക്സിമേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യുകയാണ്. അപ്പോൾ കാൽക്കുലേറ്റ് ദ ഡിഫറൻഷ്യൽ ക്രോസ് സെക്ഷൻ ഇൻ ദ ഫസ്റ്റ് ബോൺ അപ്രോക്സിമേഷൻ ഫോർ എ കുളോംബ് പൊട്ടൻഷ്യൽ. നമുക്ക് പൊട്ടൻഷ്യൽ വി ഓഫ് ആർ എന്ന് നമ്മൾ നേരത്തെ എടുത്തിരുന്നല്ലോ. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ ആ വി ഓഫ് ആർ എന്ന് പറയുന്ന ഒരു കുളോംബ് പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. Z1 Z2 E² ഡിവൈഡഡ് ബൈ R ആണ്. where Z1E and Z2E are the charges of the projectile and target. അപ്പോൾ Z1E ചാർജ് ഒരു ആറ്റത്തിൻ്റെ ചാർജ് Z1E ആണ്. അത് വന്ന് ഒരു ടാർജറ്റിൽ ഒന്ന് ഹിറ്റ് ചെയ്യുന്നു. പ്രൊജക്ടൈലിൻ്റെ Z1E ടാർജറ്റിൻ്റെ Z2E ആണ്. സ്വാഭാവികമായിട്ടും അത് തമ്മിലുള്ള കുളോംബിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് Z1E ഇൻറ്റു Z2E ഡിവൈഡഡ് ബൈ എന്താണ് R ആയിരിക്കും. പൊട്ടൻഷ്യൽ ആണല്ലോ, ഫീൽഡ് അല്ല, പൊട്ടൻഷ്യലാണ്. അപ്പോൾ ഇവിടെ Z1 Z2 E² ഡിവൈഡഡ് ബൈ R ആണ്.
അങ്ങനെയാണെങ്കിൽ നമ്മളോട് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിൻ്റെ ഡിഫറൻഷ്യൽ ക്രോസ് സെക്ഷൻ ആണ്. അപ്പോൾ നമുക്കിത് ചെയ്യാനായിട്ട് കുളോംബ് പൊട്ടൻഷ്യൽ നമുക്കിവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. Z1 Z2 E² ഡിവൈഡഡ് ബൈ R ആണ്. അപ്പോൾ നമുക്ക് ഡിഫറൻഷ്യൽ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇക്വേഷൻ നമ്മൾ ഡെറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ബോൺ അപ്രോക്സിമേഷൻ ഉപയോഗിച്ച് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ്. ഡി സിഗ്മ ബൈ, ഇത് നിങ്ങളുടെ എക്സ്പ്രഷൻ നിങ്ങൾ ബൈ ഹാർട്ടായിട്ട് ഓർത്തിരിക്കണം. സോ ഡി സിഗ്മ ബൈ ഡി ഒമേഗ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് എഫ് ഓഫ് തീറ്റ ഫൈ ഹോൾ സ്ക്വയർ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 4μ² ഡിവൈഡഡ് ബൈ h ബാർ റേസ്ഡ് 4q² ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി r പ്രൈം വി ഓഫ് r പ്രൈം സൈൻ ക്യൂ ആർ പ്രൈം ഡി ആർ പ്രൈമിൻ്റെ മോഡ് സ്ക്വയർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡി സിഗ്മ ബൈ ഡി ഒമേഗ ഈക്വൽ ടു 4μ² ബൈ h ബാർ റേസ്ഡ് 4q² ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി r പ്രൈം. ഈ വി ഓഫ് ആർ പ്രൈമിന് പകരം നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന Z1 Z2 E² ബൈ ആർ പ്രൈം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സൈൻ ക്യൂ ആർ പ്രൈം ഡി ആർ പ്രൈം, ഈ ആർ പ്രൈമും ഈ ആർ പ്രൈമും കൂടി ക്യാൻസൽ ആവും. കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള Z1 Z2 E² നിങ്ങൾ ഇതിൻ്റെ പുറത്തേക്ക് എടുത്തു. ഇത് മോഡുലസ് സ്ക്വയർ ആണ്, അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ ആണ് പുറത്തേക്ക് വരിക. അപ്പോൾ Z1 സ്ക്വയർ Z2 സ്ക്വയർ e⁻⁴ പുറത്തേക്ക് വന്നു. ബാക്കിയുള്ളത് മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി സൈൻ ക്യൂ ആർ പ്രൈം ഡി ആർ പ്രൈം ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി സൈൻ ക്യൂ ആർ പ്രൈം ഡി ആർ പ്രൈം ഇവാലുവേറ്റ് ചെയ്യണം. അത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഇൻ ഓർഡർ ടു ഇവാലുവേറ്റ് ദിസ് ഇൻ്റഗ്രൽ വി മൾട്ടിപ്ലൈ ദ ഇൻ്റഗ്രൻറ്റ് വിത്ത് e⁻⁻λr ആൻഡ് ടെൻഡിങ് ടു ലാംഡ 0. അതായത് ലാംഡ ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണ റെസിഡ്യൂ തിയറം വെച്ചിട്ടാണ് നമുക്ക് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പോൾ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. നമ്മൾ ഈ ഇൻ്റഗ്രലിനെ e⁻⁻λr കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ലിമിറ്റ് ലാംഡ ടെൻസ് ടു 0 എന്ന് എടുക്കും. അതായത് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി സൈൻ ക്യൂ ആർ പ്രൈം ഡി ആർ പ്രൈമിനെ ഈ ഇൻ്റഗ്രൻറ്റിനെ e⁻⁻λr കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ലാംഡ ടെൻസ് ടു 0 എടുത്തു. ലാംഡ ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ ഇത് e⁻⁻0 1 ആവും. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താണ് മാത്തമാറ്റിക്കലി ഇതിൽ പ്രശ്നമൊന്നുമില്ല, ഇത് കറക്റ്റാണ്. പക്ഷേ നമുക്കിത് സോൾവ് ചെയ്യാനുള്ളൊരു എളുപ്പ വഴി എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ നോക്കിക്കേ, ഇത് ഡി ആർ പ്രൈം ആണ്. അതായത് വിത്ത് റെസ്പെക്ട് ടു ആർ പ്രൈം ആണ് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇവിടെ ക്യൂ ആർ പ്രൈം ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതിന് എന്ത് കൊടുക്കുക, ഒന്നെങ്കിൽ ലാംഡ ആർ പ്രൈം എന്ന് കൊടുക്കുക. ഓക്കെ, ലാംഡ ആർ പ്രൈം കൊടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ e⁻⁻λr കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഈ രണ്ടിടത്തെയും പ്രൈം അങ്ങോട്ട് ഒഴിവാക്കുക. അപ്പോൾ ഇത് e⁻⁻λr സൈൻ ക്യൂ ആർ ഡി ആർ എന്ന് കൊടുക്കുക. അപ്പോൾ ഞാനത് ഇവിടെ ചെയ്തു വന്നപ്പം ഇവിടെ പ്രൈം വന്നിട്ടുണ്ട്, ഇതിൽ പ്രൈം വന്നിട്ടില്ല. ഒന്നെങ്കിൽ നിങ്ങൾ ഇവിടെ പ്രൈം ഇടുന്നുണ്ടെങ്കിൽ ഇവിടെ മൊത്തത്തിൽ എല്ലാ ആറിനും പ്രൈം ഇടുക. ഇനി അതല്ല, നിങ്ങൾ ഇവിടെ ഒന്നും പ്രൈം ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഡി ആർ പ്രൈമിലെ പ്രൈം അങ്ങോട്ട് ഒഴിവാക്കി വെക്കുക. ഏതെങ്കിലും ഒരു രീതിയിൽ ചെയ്യാം, രണ്ടും കൂടി വരുന്ന രീതിയിൽ വരരുത്. ഇതിലതൊരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആയിട്ട് വന്നതാണ്, നിങ്ങളത് കറക്റ്റ് ചെയ്യുക. സോ ലിമിറ്റ് ലാംഡ ടെൻസ് ടു 0 ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി e⁻⁻λr സൈൻ ക്യൂ ആർ ഡി ആർ എന്ന് വരും. ദാറ്റ് ഈസ് ലിമിറ്റ് ലാംഡ ടെൻസ് ടു 0 ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി e⁻⁻λr സൈൻ ക്യൂ ആർ എന്ന് പറയുന്നത് എന്താണ്, ഇത് e⁻iqr മൈനസ് e⁻−iqr ബൈ 2i. നിങ്ങൾക്കറിയാം e⁻iθ മൈനസ് e⁻iθ ഡിവൈഡഡ് ബൈ 2i എന്ന് പറയുന്നത് സൈൻ തീറ്റയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സൈൻ തീറ്റ എന്നുള്ളതിനെ e⁻iθ മൈനസ് e⁻−iθ ഡിവൈഡഡ് ബൈ 2i എന്ന് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇതിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ലിമിറ്റ് ലാംഡ ടെൻസ് ടു 0 ഈ 2i എന്ന് പറയുന്നത് 1/2i പുറത്തേക്ക് എടുത്തു. അപ്പോൾ ലിമിറ്റ് ലാംഡ ടെൻസ് ടു 0 1/2i ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി e⁻⁻λr ഇവിടെ ഉണ്ട്. ഇവിടെ e⁻iqr ഉണ്ട്, മൈനസ് e⁻−iqr ഉണ്ട്. ഡി ആർ പ്രൈം അല്ല ഡി ആർ എന്ന് കൊടുക്കുക. അത് എന്താണോ ഇവിടെ പ്രൈം കൊടുക്കുന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ പ്രൈം കൊടുക്കുക, അല്ലെങ്കിൽ കംപ്ലീറ്റ് പ്രൈം ഒഴിവാക്കുക. ഈക്വൽ ടു ലിമിറ്റ് ലാംഡ ടെൻസ് ടു 0 1/2i ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി e⁻⁻λr അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ e⁻⁻λr ഇൻറ്റു e⁻iqr മൈനസ് e⁻⁻λr ഇൻറ്റു e⁻−iqr ഡി ആർ എന്ന് വരും. അപ്പോൾ ദിസ് ഈസ് ലാംഡ ലിമിറ്റ് ലാംഡ ടെൻസ് ടു 0 1/2i ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി മൾട്ടിപ്ലൈ ചെയ്തതിനെ ആഡ് ചെയ്തെടുത്തു. ഈ a⁻m ഇൻറ്റു a⁻n a⁻m പ്ലസ് എന്ന് പറയുന്ന ഫോമിലേക്ക് നമ്മളിതിനെ മാറ്റി എഴുതി. അപ്പോൾ ആദ്യത്തെ ടേം e⁻−λ പ്ലസ് iq ഇൻറ്റു ആർ എന്ന് വരും. അടുത്തത് മൈനസ് ഓഫ് e⁻−λ-iq ഇൻറ്റു ആർ ഇവിടെ ഡി ആർ എന്ന് വരും. ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ലാംഡ ടെൻസ് ടു 0 1/2i ഇൻറ്റു ഇൻ്റഗ്രൽ, നമ്മൾ ഈ ഇൻ്റഗ്രൽ എന്ത് ചെയ്തു, രണ്ട് ഇൻ്റഗ്രൽ അങ്ങോട്ട് കൊടുത്തു, അതായത് അതിനെ എക്സ്പാൻഡ് ചെയ്തു. ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി e⁻−λ-iq ഇൻറ്റു ആർ ഡി ആർ മൈനസ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി e⁻−λ+iq ഇൻറ്റു ആർ ഡി ആർ എന്ന് വരും. ദാറ്റ് ഈസ് ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ലാംഡ ടെൻസ് ടു 0 1/2i ഇൻറ്റു ഈ ടേമിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ e⁻−λ-iq ഇൻറ്റു ആർ ഡിവൈഡഡ് ബൈ -λ-iq ഫ്രം 0 ടു ഇൻഫിനിറ്റി. ഇനി ഇതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ e⁻−λ+iq ഡിവൈഡഡ് ബൈ -λ+iq ഫ്രം 0 ടു ഇൻഫിനിറ്റി എന്ന് വരും. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ലാംഡ ടെൻസ് ടു 0 1/2i ഇൻറ്റു ആദ്യം നിങ്ങൾ അപ്പർ ലിമിറ്റ് കൊടുക്കുക. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ e⁻⁻∞ വരും, എന്ന് വെച്ചാൽ 1/e⁻∞ 1/∞ 0 എന്ന് വരും. മൈനസ് ഓഫ്
ഇതിന് 0 എന്ന് കൊടുക്കുക, അപ്പോൾ ഇത് 1 എന്ന് വരും. അപ്പോൾ ഇത് എഫക്റ്റീവ്ലി -1 വരും. ഈ -1 ഈ മൈനസും കൂടെ കൂടി പ്ലസ് വരും. അപ്പോൾ ഇത് 1/λ മൈനസ് IQ എന്ന് വരും. നൗ മൈനസ് അടുത്ത ടൈം ഇതേപോലെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക. അപ്പോൾ ഇത് 1/λ പ്ലസ് IQ എന്നും കിട്ടും. ദാറ്റ് ഈസ് ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് λ ടെൻസ് ടു 0 1/2i പുറത്തുണ്ട്. ഇതിനെ λ പ്ലസ് IQനെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക, λ മൈനസ് IQനെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. സോ അത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ λ പ്ലസ് IQ മൈനസ് ഓഫ് λ മൈനസ് IQ ഡിവൈഡഡ് ബൈ λ മൈനസ് IQ ഇൻറ്റു λ പ്ലസ് IQ. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു ലിമിറ്റ് λ ടെൻസ് ടു 0 1/2i ഇൻറ്റു ഇത് സിംപ്ലിഫൈ ചെയ്യുക, λ മൈനസ് λ 0 ആയി, IQ മൈനസ് IQ 2IQ വന്നു. ദെൻ ഇത് എ പ്ലസ് IB ഇൻറ്റു എ മൈനസ് IB എന്ന് പറയുന്ന ഫോമിലാണ്. എ പ്ലസ് IB ഇൻറ്റു എ മൈനസ് IB എന്ന് പറഞ്ഞാൽ A² പ്ലസ് B² ആണ്. സോ ഇത് λ² പ്ലസ് Q² എന്ന് വന്നു. ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് λ ടെൻസ് ടു 0 എന്ത് വരും, ഈ 2iയും ഇവിടെ കിടക്കുന്ന 2iയും കൂടെ ക്യാൻസൽ ആവും. ഇത് Q ഡിവൈഡഡ് ബൈ λ² പ്ലസ് Q² എന്ന് വരും. ലിമിറ്റ് λ ടെൻസ് ടു 0 ആണ്, λ 0യിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ ഈ ടേം 0 ആവും. അപ്പോൾ Q/Q² എന്ന് വരും. Q/Q² എന്ന് പറഞ്ഞാൽ 1/Q എന്ന് വരും. അപ്പോൾ നമുക്ക് ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ 1/Q ആണെന്ന് കിട്ടി. ഇതിനെ കൊണ്ട് നമ്മൾ ഇക്വേഷൻ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് d സിഗ്മ ബൈ d ഒമേഗ എന്ന് പറയുന്നത് 4μ² ബൈ h ബാർ റേസ് ടു 4Q² ഇൻറ്റു Z1² Z2² e റേസ് ടു 4 ഇൻറ്റു ഈ ഇൻ്റഗ്രലിൻ്റെ മോഡ് സ്ക്വയർ ആയിരുന്നല്ലോ. ഈ ഇൻ്റഗ്രൽ നമുക്ക് 1/Q എന്ന് കിട്ടി. അപ്പോൾ അതിൻ്റെ മോഡുലസ് സ്ക്വയർ 1/Q മോഡ് സ്ക്വയർ എന്ന് വരും. എന്ന് വെച്ചാൽ നമുക്ക് ഇതിനെ ഈ ഫോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ആൻഡ് ദിസ് ഈസ് അവർ ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ നമ്മുടെ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ നമ്മളിങ്ങനെ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് Q എന്ന് പറയുന്നത് 2k sin θ/2 ആണെന്നറിയാം. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്തതാണ്. Q ഈക്വൽ ടു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, Q ഈക്വൽ ടു 2k sin θ/2. എവിടെയായിരുന്നു, ഇതാ Q ഈക്വൽ ടു ഒരു ഇലാസ്റ്റിക് സ്കാറ്ററിങ്ങിൻ്റെ കേസിൽ K0 ഈക്വൽ ടു K കൊടുത്തു കഴിയുമ്പോൾ Q എന്ന് പറയുന്ന മോഡ് K0 മൈനസ് K ആണ്. ഇവിടെ നമ്മൾ Q ഈക്വൽ ടു 2k sin θ/2 എന്ന് നമ്മൾ ഡിറൈവ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ അതെന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മൾ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. Q ഈക്വൽ ടു 2k sin θ/2 ആണെന്നുള്ളത് കൂടി ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഈ ക്യൂബിന് പകരം 2k sin θ/2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മളൊക്കെ എന്ത് വരും, ഇതായിരുന്നു d സിഗ്മ ബൈ d ഒമേഗയുടെ ഇക്വേഷൻ. ക്യൂബിന് പകരം 2k sin θ/2 എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ Q² ഇത് 4k² sin² θ/2 എന്ന് വരും. അപ്പോൾ ഇതിനെ നമുക്ക് ഈ sin² θ/2ൻ്റെ സ്ക്വയർ ആണ്, അത് sin raised to 4 θ/2 ഡിനോമിനേറ്ററിൽ, അതിനെ ന്യൂമറേറ്ററിലേക്ക് എടുത്ത sin raised to -4 of θ/2. ബാക്കിയുള്ള ടേം എല്ലാം കൂടി ഇവിടെ മോഡിൽ എന്താണ് സ്ക്വയർ എടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് d സിഗ്മ ബൈ d ഒമേഗ ഈസ് ഈക്വൽ ടു, ഇവിടെ ഈ മ്യൂവിനെ കൂടി ഞാൻ താഴത്തേക്ക് എടുക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം, മോളിൽ Z1 Z2 E² ഉണ്ട്. ഇവിടെ ഒരു 4 എടുത്തു. ഈ 4 എടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ താഴെ ഒരു 2 എക്സ്ട്രാ എഴുതി. ഇവിടെ 2h ബാർ സ്ക്വയർ K² ഉണ്ടായിരുന്നേ. ഈ മ്യൂ താഴേക്ക് എടുത്ത് കഴിയുമ്പോൾ ഇത് 2h ബാർ സ്ക്വയർ K² ഡിവൈഡഡ് ബൈ മ്യൂ എന്ന് വരും. അവിടെ നമ്മൾ താഴെ ഒരു 2 മ്യൂ ഇട്ടു. 2 മ്യൂ ഇടുമ്പോൾ മോളിൽ 4 വരണം. അപ്പോൾ ഇത് 4 ഇൻറ്റു h ബാർ സ്ക്വയർ K² ബൈ 2 മ്യൂ. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ h ബാർ സ്ക്വയർ K² ഡിവൈഡഡ് ബൈ 2 മ്യൂ എന്ന് പറഞ്ഞാൽ ഇൻസിഡൻറ്റ് പാർട്ടിക്കിളിൻ്റെ എനർജിയാണ് നമുക്കറിയാം. അപ്പോൾ എനർജിയുടെ ടേംസിലേക്ക് മാറ്റാനാണിത്. അപ്പോൾ ഇവിടെ h ബാർ സ്ക്വയർ K² ബൈ 2 മ്യൂ എന്ന് പറയുന്നത് എനർജിയാണ്. അപ്പോൾ ഇതിനെ നമുക്ക് EI എന്ന് വിളിക്കാം. അപ്പോൾ നമ്മുടെ d സിഗ്മ ബൈ d ഒമേഗയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് Z1 Z2 E² ഡിവൈഡഡ് ബൈ 4i ഹോൾ സ്ക്വയർ ഇൻറ്റു സൈൻ റേസ് ടു -4 θ/2 എന്ന് വരും. വേർ ദിസ് EI എന്ന് പറയുന്നത് എന്താണ്, ഇൻസിഡൻറ്റ് പാർട്ടിക്കിളിൻ്റെ എനർജിയാണെന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇക്വേഷൻ 4 ക്യാൻ ഓൾസോ ബി റിട്ടൺ ആസ് എന്ന് വെച്ചാൽ ഇതിനെ സ്ക്വയർ എടുത്തിട്ട് ഈ 4നെ 16 ആക്കി, EIനെ EI² ആക്കി, Z1² Z2² e റേസ് ടു 4 എന്നൊക്കെ എഴുതിയേ ഉള്ളൂ. സെയിം ടേം ആണ്. അപ്പോൾ നമുക്ക് സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ കിട്ടി. ഈ ഇക്വേഷൻ ഒരുപക്ഷെ നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. ഇത് റൂദർഫോർഡ് സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്, അതായത് ക്ലാസിക്കൽ ഫിസിക്സ് ഉപയോഗിച്ച് റൂദർഫോർഡ് തൻ്റെ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് ചെയ്ത സമയത്തും സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ സൈൻ റേസ് ടു -4 θ/2 എന്ന് പറയുന്ന ടേം തന്നെയാണ് റൂദർഫോർഡ് സ്കാറ്ററിംഗിൽ വന്നിട്ടുള്ളത്. നിങ്ങൾ ഡിഗ്രി ക്ലാസ്സുകളിൽ റൂദർഫോർഡ് സ്കാറ്ററിംഗ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ക്ലാസിക്കൽ ഫിസിക്സ് ഉപയോഗിച്ചും അതുപോലെ തന്നെ ക്വാണ്ടം ഫിസിക്സ് ഉപയോഗിച്ചും സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ ചെയ്യുമ്പോഴും ഒന്ന് തന്നെയാണ് കിട്ടുന്നത് എന്ന് നമുക്കിവിടെ നിന്ന് മനസ്സിലായി. നൗ അടുത്തത് എക്സാമ്പിൾ 2, രണ്ടാമത്തെ മറ്റൊരു പ്രോബ്ലം ചെയ്യാണ്. സോ കൺസിഡർ ദ സ്കാറ്ററിംഗ് ഓഫ് ആൻ ആൽഫ പാർട്ടിക്കിൾ, that is a helium nucleus with Z1 equal to 2 and A1 equal to 4. Atomic number 2, mass number 4. Helium nucleus ഉണ്ട്, അതാണ് ആൽഫ പാർട്ടിക്കിൾ. ഫ്രം എ ഗോൾഡ് ന്യൂക്ലിയസ്, ഗോൾഡിൽ വന്നൊരു ഇൻസിഡൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടാർഗറ്റ് ഗോൾഡ് ആണ്, പ്രൊജക്റ്റൈൽ ആൽഫ പാർട്ടിക്കിളാണ്. ഗോൾഡിൻ്റെ അറ്റോമിക് നമ്പർ 79 ആണ്, മാസ് നമ്പർ 197. അപ്പം ഈ സ്കാറ്ററിംഗ് കൺസിഡർ ചെയ്യുക. എന്നിട്ട് ക്വസ്റ്റ്യൻ ഇതാണ്, ഇഫ് ദ സ്കാറ്ററിംഗ് ആംഗിൾ ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രൊജക്റ്റൈൽ ആണല്ലോ. അപ്പോൾ പ്രൊജക്റ്റൈൽ ടാർഗറ്റ് വന്ന് ഇൻസിഡൻറ്റ് ചെയ്ത് പ്രൊജക്റ്റൈൽ സ്കാറ്റർ ചെയ്യപ്പെടും. ആ ലാബോറട്ടറി ഫ്രെയിമിൽ ആൽഫ പാർട്ടിക്കിളിൻ്റെ സ്കാറ്ററിംഗ് ആംഗിൾ θ1 എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ഇറ്റ്സ് സ്കാറ്ററിംഗ് ആംഗിൾ θ ഇൻ ദ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം.
ഓക്കെ, സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിൽ, അതായത് ലബോറട്ടറി ഫ്രെയിമിലുള്ള സ്കാറ്ററിംഗ് ആംഗിൾ തന്നിട്ടുണ്ട്. സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിലുള്ള ഇതിൻ്റെ സ്കാറ്ററിംഗ് ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് θ1 θ തമ്മിലുള്ള റിലേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ദ ഇൻസിഡൻറ്റ് എനർജി ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ ഇസ് 8 MeV ഫൈൻഡ് എ ന്യൂമറിക്കൽ എസ്റ്റിമേറ്റ് ഫോർ ദ ക്രോസ് സെക്ഷൻ. ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയത്. ഇൻസിഡൻറ്റ് എനർജി EI നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം? ഗിവൺ സ്കാറ്ററിംഗ് ആംഗിൾ ഓഫ് ആൽഫ പാർട്ടിക്കിൾ, ലബോറട്ടറി ഫ്രെയിമിലെ ആൽഫ പാർട്ടിക്കിളിൻ്റെ സ്കാറ്ററിംഗ് ആംഗിൾ θ1 60 ഡിഗ്രിയാണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ലബോറട്ടറി ഫ്രെയിമിലെ θ1 സ്കാറ്ററിംഗ് ആംഗിളും സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിലെ θ സ്കാറ്ററിംഗ് ആംഗിളും തമ്മിൽ ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ട്. നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു, tan θ1 = sin θ ഡിവൈഡഡ് ബൈ m1/m2 പ്ലസ് cos θ ആണ്. ഓക്കെ, m1 എന്ന് പറയുന്നത് എന്തിൻ്റെയാണ്? ഇൻസിഡൻറ്റ് പാർട്ടിക്കിളിൻ്റെ മാസാണ്. m2 എന്ന് പറയുന്നത് നമ്മുടെ ടാർജറ്റിൻ്റെ മാസാണ്. ഇവിടെ ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾ ഹീലിയം ആറ്റമാണ്, ടാർജറ്റ് എന്ന് പറയുന്നത് ഗോൾഡ് ന്യൂക്ലിയസ് ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? A1/A2, m1/m2 എന്ന് പറയുന്നത് ശരിക്കും എന്ത് തന്നെയാണ്? A1/A2 തന്നെയാണ്. അപ്പോൾ 4 ഡിവൈഡഡ് ബൈ 197, ദാറ്റ് ഈസ് 0.0203 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ θ1 നമുക്ക് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. അത് ലബോറട്ടറി ഫ്രെയിമിലെ സ്കാറ്ററിംഗ് ആംഗിൾ 60 ഡിഗ്രിയാണ്. അപ്പോൾ tan 60 ഡിഗ്രി ഈക്വൽ ടു ഈ θയാണ് നമുക്ക് കാണേണ്ടത്, sin θ ഡിവൈഡഡ് ബൈ m1/m2 നമ്മൾ കണ്ടുപിടിച്ചു പ്ലസ് cos θ. അപ്പോൾ tan 60 1.732 ആണ്, ഇസ് ഈക്വൽ ടു sin θ ഡിവൈഡഡ് ബൈ 0.0203 പ്ലസ് cos θ. ദാറ്റ് ഈസ് നമ്മൾ ഇതിനെ ഇങ്ങോട്ടേക്ക് ലെഫ്റ്റിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 1.732 ഇൻറ്റു 0.0203 പ്ലസ് cos θ ഈക്വൽ ടു sin θ എന്ന് വരും. നൗ ഇവിടെ ഇപ്പോൾ രണ്ട് വേരിയബിൾ, ഒന്ന് cos θ ഒന്ന് sin θ. നമുക്ക് θയല്ല കാണണ്ടേ, അപ്പോൾ ഒന്നെങ്കിൽ sin θ cos θയിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ ഈ cos θ sin θയിലേക്ക് മാറ്റുക. അപ്പോൾ ഞാൻ ഇവിടെ കിടക്കുന്ന ഈ sin θയ്ക്ക് പകരം √1 - cos square θ എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ഇതിവിടെ 1.7, ഇതിനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. 1.732 ഇൻറ്റു 0.0203 എന്ന് പറയുന്നത് 0.03516 എന്ന് വന്നു, പ്ലസ് ഇപ്പോൾ 1.732 ഇൻറ്റു cos θ, അത് 1.732 cos θ ഈക്വൽ ടു ഇവിടെ sin θ ആണുള്ളത്. sin θയ്ക്ക് പകരം നമ്മളിവിടെ √1 - cos square θ എന്ന് കൊടുത്തു. എന്നിട്ട് നമ്മൾ ആ ഇക്വേഷൻ അങ്ങ് സ്ക്വയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ രീതിയിൽ കിട്ടും. എന്നിട്ട് നിങ്ങൾക്കറിയാം ഇതെന്താണ്? ഇതിനൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് എഴുതാം. ക്വാഡ്രാറ്റിക് ഇക്വേഷനെ നമുക്കിവിടെ ഇൻ ടേംസ് ഓഫ് cos θ ആണ്. അപ്പോൾ -b + or -√b² - 4ac/2a ഉപയോഗിച്ച് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ cos θയുടെ വാല്യൂ എന്ന് പറയുന്നത് 0.4847 കിട്ടും. അപ്പോൾ θ എന്ന് പറയുന്നത് cos ഇൻവേഴ്സ് ഓഫ് 0.4847, ദാറ്റ് 61 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടും. ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, വാല്യൂ ഇത് തന്നെയല്ലേ കിട്ടുന്നത് എന്നുള്ള കാര്യം ഒന്ന് വെരിഫൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ലബോറട്ടറി ഫ്രെയിമിലുള്ള θ1 തന്നിട്ടുണ്ടായിരുന്നു. നമ്മളോട് സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിലുള്ള θ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അതാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തത്. ഇനി നമ്മളോട് അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മളോട് ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയതാണ്. Z1² Z2² e⁻⁴/16 ei² ഇൻറ്റു sin⁻⁻⁴ θ/2 ആണ്. ഈ θയാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. 61 ഡിഗ്രി നമുക്ക് കിട്ടി. Z1 Z2 16 ei ഇതെല്ലാം നമുക്കറിയാം. സോ ഇതിനെ നമുക്കൊരു മറ്റൊരു രീതിയിൽ സിംപ്ലിഫൈ ചെയ്യാണ്. ഇവിടെ ഈ കിട്ടിയ e⁻⁴ ഉണ്ടല്ലോ, e⁻⁴ എന്ന് പറയുന്നത് നമ്മൾ e² ഹോൾ സ്ക്വയർ എന്ന് എടുത്തു. എന്നിട്ടൊരു h⁻² c² കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഒരു h⁻² c² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ചേഞ്ച് ഒന്നുമില്ല, ഇതേ ഇക്വേഷൻ തന്നെയാണിത്. അപ്പോൾ ഇവിടെ e⁻⁴ ഉണ്ട്, h⁻² c² കൊണ്ട് ഇക്വേഷനെ ഡിവൈഡ് ചെയ്യുന്നു, ആ h⁻² c² കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ e²/h⁻c എന്ന് പറയുന്ന ടേമിനെ വിളിക്കുന്ന പേരാണ് ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റൻറ്റ്. അതിൻ്റെ വാല്യൂ നമുക്കറിയാം, അത് 1/137 ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റൻറ്റ്. e² ഡിവൈഡഡ് ബൈ h⁻c എന്ന് പറയുന്നത് ആൽഫ, ദാറ്റ് ഈസ് 1/137 ഈസ് കോൾഡ് ദ ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമുക്കിവിടെ d⁻d⁴ എന്ന് പറയുന്നത് Z1 Z2, ഈ e²/h⁻c ആൽഫയാണ്. അപ്പോൾ ഇത് α². അപ്പോൾ Z1² Z2² α²/16 ei² ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് Z1 Z2 ആൽഫ ഡിവൈഡഡ് ബൈ 16 4 ഇത്രയും ടേമിൻ്റെ ഹോൾ സ്ക്വയർ ഇൻറ്റു ഇവിടെ കിടക്കുന്ന ei² ഉണ്ടല്ലോ, ഇതിനെ ഞാൻ ഇങ്ങോട്ടേക്ക് എടുക്കുന്നു. അപ്പോൾ ഇവിടെ h⁻c ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ei² വരും, ദാറ്റ് ഈസ് h⁻c ഡിവൈഡഡ് ബൈ ei ഹോൾ സ്ക്വയർ എന്ന് വരും. അത്രയും sin⁻⁻⁴ θ/2 എന്ന് വരും. ഇനി h⁻c എന്ന് പറഞ്ഞാൽ നമുക്ക് hc ഡിവൈഡഡ് ബൈ 2π ആണ്. എച്ചിൻ്റെ വാല്യൂ അറിയാം, c അറിയാം, 2π അറിയാം. കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് h⁻ൻ്റെ വാല്യൂ നിങ്ങൾക്കറിയാം, പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണല്ലോ. അപ്പോൾ അത് ജൂൾ സെക്കൻഡ് ആണ്, c എന്ന് പറഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ h⁻cയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ മീറ്റർ ആയിരിക്കും. ഓക്കെ, ഇനി ഈ ജൂൾ മീറ്ററിൽ കിട്ടിയ സാധനത്ത് നമുക്ക് ഇലക്ട്രോൺ വോൾട്ട് മീറ്ററിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ടേമിനെ 1.6 × 10⁻⁻⁻19 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇത്രയും ഇലക്ട്രോൺ വോൾട്ട് മീറ്ററിന് കിട്ടും. ഇലക്ട്രോൺ വോൾട്ട് 1.97696 × 10⁻⁻7 ഇലക്ട്രോൺ വോൾട്ട് മീറ്ററിന് കിട്ടും. ഇതിനെ എനിക്ക്
10⁻⁷ ഇലക്ട്രോൺ വോൾട്ട് മീറ്ററാണ്. അപ്പോൾ ഇതിനെ ഇൻറ്റു 10⁻⁵ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മീറ്റർ എന്നുള്ളതിന് എനിക്ക് ഫെംറ്റോമീറ്ററിലേക്ക് മാറ്റാം, ഫെർമിയിലേക്ക് മാറ്റാം, ഫെംറ്റോമീറ്റർ. ഓക്കെ, അപ്പം എനിക്ക് എന്ത് കിട്ടും? 197.7. നമ്മളിവിടെ നോക്കി അറിയാം 10⁻⁵ 10⁻⁻7 വരുന്നുണ്ട്. അപ്പോൾ 10⁻⁵ 10⁻⁻7 വരുമ്പോൾ ഇത് 10⁻8 വരും. 10⁻8 ഒരു 10⁻2 ഉപയോഗിച്ചിട്ട് 197.6 ആക്കാം. അപ്പോൾ ഇത് 10⁻6 വരും. 10⁻6 EV എന്ന് പറഞ്ഞാൽ മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ്. അപ്പോൾ ഇത് 197.6 MEV FM എന്ന് എഴുതാം. MEV FM മെഗാ ഇലക്ട്രോൺ വോൾട്ട് ഫെംറ്റോമീറ്റർ എന്ന് നമുക്ക് എഴുതാം. ഇനി അപ്പോൾ d⁻/d⁻യുടെ ഇക്വേഷൻ ഇതാണ്. ഇനി ഇവിടെ ഈ h⁻c നമുക്ക് എത്രയെന്ന് കിട്ടിയിട്ടുണ്ട്? 197.7 MEV FM ആണ് തന്നിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. EIയുടെ വാല്യൂ നമ്മളോട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ ഇവിടെ എന്താ ഓക്കെ ഇതാ 8 MeV ആൽഫ പാർട്ടിക്കിളിൻ്റെ എനർജി 8 MeV എന്ന് തന്നിട്ടുണ്ട്. അതാണ് ഇൻസിഡൻറ്റ് പാർട്ടിക്കിളിൻ്റെ എനർജി. അപ്പോൾ നിങ്ങൾക്ക് ഈ എക്സ്പ്രഷനിൽ h⁻cക്ക് പകരം 197.7 MEV FM എന്നും EIക്ക് പകരം 8 MEV എന്നും കൊടുക്കുക. അപ്പോൾ MEV ക്യാൻസൽ ആയി പോയിക്കോളും. ബാക്കി Z1 Z2 ആൽഫയുടെയൊക്കെ വാല്യൂ അറിയാലോ. ഇതെല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. തീറ്റ 61 ഡിഗ്രി ആണ്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഫെർമി സ്ക്വയറിലായിരിക്കും കിട്ടുക. ബാക്കിയെല്ലാം ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ ബാക്കി ഫെംറ്റോമീറ്റർ സ്ക്വയറിലാണ് കിട്ടുക. ദാറ്റ് ഈസ് 30.87 ഫെംറ്റോമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ d⁻/d⁻, ഫെംറ്റോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10⁻⁻15 മീറ്റർ അല്ലേ. അപ്പോൾ ഫെംറ്റോമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10⁻⁻15 ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് 10⁻30 ഹോൾ സ്ക്വയർ മീറ്റർ സ്ക്വയർ എന്ന് വരും. അപ്പോൾ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്, സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞ ഒരു ഏരിയ ആണല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് 30.87 × 10⁻30 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇനി ഇതിനെ നമുക്ക് മറ്റൊരു യൂണിറ്റ് ഉണ്ട്, ബാൺ. ആ ബാണിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഇതാണ് കൺവേർഷൻ ഫോർമുല. 1 മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10⁻28 ബാണാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മീറ്റർ സ്ക്വയറിനെ ബാണിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 1 മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10⁻28 ബാൺ. അപ്പോൾ ഈ 10⁻28 ഇവിടെ കൊടുത്തു. 10⁻29 ഇവിടെയുണ്ട്, 10⁻28 ഇവിടെയുണ്ട്. അപ്പോൾ 10⁻1 വരും. 3.1 × 10⁻1 എന്ന് പറഞ്ഞാൽ 0.31 എന്ന് വരും. സോ ദാറ്റ് ഈസ് 0.31 ബാൺ എന്ന് വരും. നിങ്ങളിതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, ഇത് തന്നെയായിരിക്കും കിട്ടുക. ഓക്കെ, ചെക്ക് ചെയ്ത് നോക്കുക, അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ കറക്റ്റ് അല്ലേ എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ ഈ പറഞ്ഞ ബോൺ അപ്രോക്സിമേഷൻ, അതിൻ്റെ വാലിഡിറ്റി കണ്ടീഷൻ, അതുപയോഗിച്ചിട്ട് എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തത്. സോ ഈ ബോൺ അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത് ഈ സ്കാറ്ററിംഗ് തിയറിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ബോൺ അപ്രോക്സിമേഷനും അതിൻ്റെ വാലിഡിറ്റി കണ്ടീഷനും യൂഷ്വലി അത് എസ്സേ ആയിട്ട് ചോദിക്കാറുണ്ട്. സോ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.